നമസ്കാരം. ശ്രീരാമജയ, ശ്രീരാമജയ, സീതാപതേ ജയ. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി. നമുക്കറിയാലോ, രാമായണ മാസാചരണമാണ്. രാമായണവും രാമായണത്തിൻ്റെ കഥകളും രാമായണത്തിൻ്റെ പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രാമായണ പ്രഭാഷണങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നു, ക്ഷേത്രങ്ങളിൽ നടക്കുന്നു, അങ്ങനെയൊക്കെ നടക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. രാമായണത്തിൻ്റെ പ്രസക്തി ഏറി വരുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ തന്നെ ബാലകാണ്ഡം, രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ വളരെയേറെ പ്രസക്തമായ ബാലകാണ്ഡം വളരെയേറെ പ്രസക്തമാവുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ പല പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ ബാലകാണ്ഡത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ബാലകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രനും അതുപോലെ തന്നെ ലക്ഷ്മണനടക്കമുള്ളവർ തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് തങ്ങളുടെ റെസ്പോൺസിബിളായിട്ടുള്ള ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്താണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയൊക്കെ തൻ്റെ യാഗം നശിപ്പിക്കുന്ന കുറച്ച് ആളുകളെ അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇവരെ കൃത്യമായ ജീവിതത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. വാൽമീകി മഹർഷി രാമായണത്തിൽ പൊതുസമൂഹത്തിലുള്ള മക്കളെ, നമ്മുടെ ചെറുമക്കളെ, കുട്ടികളെ ഒക്കെ ഏത് രീതിയിൽ ജീവിതത്തിൻ്റെ നല്ല മേഖലയിലേക്ക് കൊണ്ടുവരണം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ബാലകാണ്ഡത്തിൽ പല പരാമർശങ്ങളും നടത്തുന്നത്. റെസ്പോൺസിബിൾ ജീവിതം നടത്തുന്ന, ഉത്തരവാദിത്തപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് വാൽമീകി മഹർഷി ഈ ബാലകാണ്ഡത്തിൽ വളരെ വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചില കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ സംവദിക്കുന്നു. വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനോടനുബന്ധിച്ച് താടക എന്ന ഒരു രാക്ഷസിയെ നിഗ്രഹിക്കുന്നു. താടകയെ നിഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാ കാമനകളും, കാമത്തിൽ നിന്നുള്ള മോചനം നേടുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് താടകയെ നിഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ താടകയുടെ മക്കളായിട്ടുള്ള സുബാഹുവും മാരീചനും കടന്നു വരുന്നത് ഈ യാഗത്തെ നശിപ്പിക്കുന്നു. യാഗമെന്ന് പറയുന്നത് സകല ചരാചരങ്ങളുടെയും സംരക്ഷണവും ലോകത്തിൻ്റെ സംരക്ഷണവും എന്നുള്ള സങ്കല്പമാണ് ഈ യാഗം എന്നുള്ള സങ്കല്പത്തിൽ. യാഗത്തിലൂടെ പല നന്മയും ഉണ്ടാവുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് യാഗത്തിൻ്റെ പ്രത്യേകത. ആ യാഗത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, യാഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സംരക്ഷണം എന്നുള്ള സങ്കല്പമാണ് യാഗ സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന ചില വികാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഒരു പഠനത്തിന് ശേഷം ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. ഈ ആഗ്രഹങ്ങൾ നമ്മളെ വല്ലാത്ത രീതിയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ആഗ്രഹത്തെ ശമിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, മോശപ്പെട്ട ആഗ്രഹങ്ങൾ, വല്ലാത്ത ആഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ ശമിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് സ്വയം ചെയ്യാൻ കഴിയും. പല ആഗ്രഹങ്ങളും നമുക്ക് സ്വയം ചെയ്യാൻ കഴിയും. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും ബോധമണ്ഡലത്തിൽ നിന്നെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചില കുട്ടികൾ കമ്പ്യൂട്ടർ കളിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാവുന്നു. പിന്നെ MDMA പോലെയുള്ള മയക്കുമരുന്ന് കാമനകളിലേക്ക് എത്തുന്നു. അതെല്ലാം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് സുബാഹുവിലൂടെ പറയുന്നത്. സുബാഹു എന്ന് പറയുന്നത് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ യാഗത്തിനെ എതിർക്കാനായിട്ട് വരുന്ന സുബാഹു എന്ന് പറയുന്ന താടകയുടെ മകനെ നിഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാരീചനെ നിഗ്രഹിക്കുന്നില്ല.
മാരീചൻ പുറത്തു പോകുന്നു. മാരീചൻ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെ പലതിനെയും നമുക്ക് അടക്കി വയ്ക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ചില ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതിനെ എല്ലാ കാമനകളെയും നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ പുറത്തു നിന്നുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇവരെല്ലാവരും നമ്മളോട് പറയുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റേ ഈ കൊച്ചുകുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ലഹരികളും നമുക്ക് സുഖങ്ങളും എല്ലാം കിട്ടും, അപ്പോൾ അത് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കും. ഈ പ്രലോഭനമാണ് ആര്? മാരീചൻ എന്ന് പറയുന്ന കഥാപാത്രം. മാരീചൻ എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രം പ്രലോഭനമാണ്. ബാലകാണ്ഡത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതിലൂടെ ഒന്ന് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള കാമനകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളത്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ എക്സ്റ്റേണൽ ടെംപ്റ്റേഷൻസ് നമ്മൾ വരുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പല രീതിയിലുള്ള ആളുകൾ നമ്മളെ പല രീതിയിലുള്ള പ്രലോഭനത്തിൽ അടിമകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മാരീചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ വാൽമീകി മഹർഷി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. മാരീചനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. മാരീചൻ സീതാദേവിയെ പല രീതിയിലുള്ള പ്രലോഭനത്തിലൂടെ സീതാദേവിയെ ലക്ഷ്മണൻ വരച്ച ലക്ഷ്മണരേഖയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാമനകളെ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ കൂടുതൽ കൂടുതൽ പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് മാരീചൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താടക എന്ന് പറയുന്ന രാക്ഷസിയെ, അല്ലെങ്കിൽ താടക എന്ന് പറയുന്ന ആ കാമത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു മൂർത്തിമത് ഭാവമായ ആ താടകയെ ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോ ചെറിയ കുട്ടികളാണ്. ശ്രീരാമചന്ദ്രനിലൂടെ നമ്മൾ കാണേണ്ടത് അവരെയാണ്, ചെറിയ കുട്ടികളാണ്. അതിനുശേഷം വരുന്ന ഒരു ഈ സുബാഹുവിനെ നിഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സുബാഹുവിനെ നമ്മൾ നിഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിക്കുന്നു. സുബാഹുവിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മാരീചൻ എന്ന് പറയുന്നത് അത് മറ്റൊരു പുറത്തുള്ള, അതിന് നമുക്ക് നിഗ്രഹിക്കാൻ കഴിയില്ല. പുറത്ത് പലരും പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കും, അതൊന്നും നമുക്ക് കളയാൻ കഴിയില്ല. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ സ്വന്തം കാമനയിലൂടെ, സ്വന്തം ചിന്തകളിലൂടെ ഒക്കെ നിഗ്രഹിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാവുന്നത്. അതാണ് രാമായണത്തിലൂടെ, നമ്മൾ രാമായണ പ്രഭാഷണത്തിലൂടെ, രാമായണം പാരായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്മയിലൂടെ നമ്മൾ സഞ്ചരിക്കുക, നന്മ മാത്രം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക. ഇതെല്ലാമാണ് നമ്മൾ രാമായണത്തിലെ ഈ ബാലകാണ്ഡത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബാലകാണ്ഡത്തിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വാൽമീകി മഹർഷി മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില വാസനകളുണ്ട്. അത് മാതാപിതാക്കൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. രാമായണ കഥയിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും അമ്മമാർക്കും, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ. സ്കൂളുകളിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും, പൊതുസമൂഹത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ കുട്ടികളെ തിന്മയിലേക്ക് നയിക്കാതെ നന്മയിലേക്ക് നയിക്കാൻ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ നമുക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് രാമായണം. രാമായണം എന്ന് പറയുന്ന ഈ മഹാകാവ്യത്തെ നമ്മൾ ആ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രക്രിയയായിട്ട് മാത്രമാണ് ഇതിനെ കാണേണ്ടത്. രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങൾ പരിശോധിക്കുമ്പോഴും അതിൽ നന്മയിലേക്ക് എങ്ങനെ മനുഷ്യനെ കൊണ്ടുവരാം, തിന്മ എങ്ങനെ ഉണ്ടാകാം, ഈ തിന്മയിൽ നിന്നും മനുഷ്യനെ നന്മയിലേക്ക് എങ്ങനെ നയിക്കാം എന്നെല്ലാം പറഞ്ഞു തരുന്നതാണ് രാമായണത്തിലെ വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതിലിപ്പോൾ കാണുന്നത്, ഇപ്പോൾ രാമായണ പ്രഭാഷണം നടത്തുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ പറയും രാമായണ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട്, രാമായണ പ്രഭാഷണം അത് വേറെ രീതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾ പറയും എന്തിനാണ് രാമായണം വായിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ യുവതലമുറ പല രീതിയിലേക്കും വഴിതെറ്റിപ്പോകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ഏകമാർഗം രാമായണമാണ്. നമ്മുടെ കാവ്യങ്ങളും ഹിന്ദു പുരാണങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതെല്ലാം പഠിക്കുകയും അതിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നന്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതാണ് ലോകത്തിന് കാട്ടിത്തരുന്നത്. അതുതന്നെയാണ് രാമായണവും, അതുതന്നെയാണ് നമ്മളിപ്പോൾ അതുതന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. രാമായണത്തിലൂടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, ബാലകാണ്ഡത്തിലൂടെ വരുമ്പോൾ കൊച്ചുകുട്ടികളെ ഒക്കെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗമായി രാമായണത്തെ കാണുക. അത്തരത്തിൽ രാമായണ പ്രഭാഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. കർക്കിടകം 1
രാമായണ മാസാചരണം ആരംഭിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമസ്കാരം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം ശാന്തി.